നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം എവിടെ തിരിഞ്ഞാലും വേടൻ, എവിടെ തിരിഞ്ഞാലും വേടൻ, ഏത് ചാനലിൽ നോക്കിയാലും വേടൻ, എങ്ങോട്ട് മാറിയാലും വേടൻ. ഈ ഒരു പേര് മാത്രമേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കേൾക്കാനുള്ളൂ. ഇത് ഒരു തീക്കാറ്റ് പോലെ പടർന്ന് പന്തലിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം മാത്രമല്ല, അന്യ സംസ്ഥാനമായ തമിഴ്നാട്ടിലാവട്ടെ, കർണാടകത്തിലാവട്ടെ, അല്ലെങ്കിൽ ബോംബെയോ മഹാരാഷ്ട്ര എവിടെയാവട്ടെ, ഏത് ചാനലിലും വേടനെ കുറിച്ചുള്ള ചർച്ചാ വിഷയം ആയി കഴിഞ്ഞു. ഈ ചർച്ച വരാനുള്ള ഒരു മെയിൻ കാരണം എന്തെന്നാൽ നമ്മുടെ നാട്ടിലെ പാർട്ടിക്കാരാണ്. അവർ വിചാരിച്ചപ്പോൾ ഇദ്ദേഹം ഇത്രയും പ്രശസ്തനായി. സാധാരണഗതിയിൽ പാട്ടുകൾ എഴുതി റാപ്പായിട്ട് പാടി, അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ മുമ്പിൽ പാടി തിമിർത്ത് അതായത് കാശും വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ പാട്ടിലങ്ങ് പോവും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ചില മനസ്സിൻ്റെ വിഷമങ്ങൾ, അദ്ദേഹം അനുഭവിച്ച ചില ബുദ്ധിമുട്ടുകൾ അത് ഈ പാട്ടിലൂടെ പറഞ്ഞു തീർക്കുന്നു. അതിനെ അങ്ങനെ കണ്ടാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ അതിനെ ഒരു ജാതീയവൽക്കരിച്ച്, അതുമാത്രമല്ല അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിച്ച്, അതിനെ വലിയ ഒരു പ്രശസ്തിയുടെ കൊടുമുടിയിൽ കൊണ്ടെത്തിച്ച BJP-കാർക്ക് വലിയൊരു സല്യൂട്ട് പറയാനുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചൊരു ലേഖനം എഴുതി. അതുപോലെ ഇത് അടുത്ത ദിവസം, അതായത് കഴിഞ്ഞ ദിവസം, നമ്മുടെ മിനി എന്ന് പറയുന്ന ഒരു മാഡം NIക്ക് ഒരു കേസ് കൊടുത്തു. മിനി മാഡം, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്? കാരണം അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മിനി മാഡത്തിൻ്റെയും വേടൻ്റെയും എൻ്റെയും പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ നമ്മുടെ ഇന്ത്യൻ്റെ നിയമം പറയുന്നത് ആരും വിമർശിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ നിയമത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എല്ലാവരും വിമർശനങ്ങൾക്ക് വഴിപ്പെട്ടവരാണ്. ആരെയും വിമർശിക്കാം, പക്ഷേ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയമായി, അതായത് വേടനോ ഞാനോ മിനി മേഡമോ ആർക്ക് വേണമെങ്കിലും ആരെയും വിമർശിക്കാം. അത് രാഷ്ട്രീയപരമായി. വ്യക്തിപരമായി അത് ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. മാഡം പറഞ്ഞത് അതേ ഒരു കപട നേതാവാണെന്ന്. അതിനെക്കുറിച്ച് മാഡത്തിന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണോ, അതോ മാഡം മനഃപൂർവ്വം മറന്നുപോയതാണോ, അതോ മനഃപൂർവ്വം ഒളിക്കുന്നതാണോ? എല്ലാ രാഷ്ട്രീയക്കാരും വളർന്നു വരുന്നതിൻ്റെ പിന്നിൽ വലിയ കാപട്യമുണ്ട്. ഒരാളല്ല, ലോകത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും വളർന്നു പന്തലിക്കുന്നതിൻ്റെ പിന്നിൽ വലിയ കാപട്യങ്ങളുണ്ട്. കാരണം സത്യസന്ധമായി ഒരു മനുഷ്യന് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് ആ വഴിക്ക് ഒരു പാട്ട് പാടി സ്റ്റേജിൽ പാടി 5 വർഷത്തിന് മുമ്പുള്ള പാട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വേടൻ പാടിയ ആ പാട്ടൊന്ന് കേൾക്കാം. ഒരു പാട്ടാണ് നമുക്ക് ആളോടുള്ള ഒരു അടുപ്പുണ്ടാക്കിയത്. അപ്പൊ ആളോട് പറഞ്ഞു, എടാ ഇത് നന്നായിട്ട് നീ എല്ലാവരോടുമായിട്ട് നീ പാടണേ. അപ്പൊ അങ്ങനെ ആൾ ആ പാട്ടും കൊണ്ടാണ് വന്നേക്കണത്. ഇദ്ദേഹത്തിന്റെ പേര്, നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. എൻ്റെ പേര് ഹിരൺ എന്നാണ്. വേടൻ എന്നാണ് എല്ലാവരും വിളിക്കുക. എന്നെ അടിമയാരുടമയാൽ നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാരി, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകുകൂനി തലക താണുവെനിയും എത്ര നാള്. നീർനിലങ്ങളിൽ അടിമയാരുടമയാൽ നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാരി, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകുകൂനി തലക താണുവെനിയും എത്ര നാള്. നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ്, പണിയെടുക്കുമേന് കയ്യിൽ കൊണ്ടേ കറുപ്പ്, നിന്റെ ചാളയിൽ എരിയുന്നില്ല അടുപ്പ്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെയും വിമർശിക്കാനുള്ള അധികാരം നമ്മുടെ ഓരോ ഇന്ത്യൻ പൗരനും ഉണ്ട്. അതാണ് നമ്മുടെ നിയമ സംവിധാനം. അപ്പോൾ ആരും വിമർശനത്തിന് അതീതരല്ല. എല്ലാവർക്കും വിമർശിക്കാം. എനിക്ക് മാഡത്തിനെ വിമർശിക്കാം, മാഡത്തിന് എന്നെ വിമർശിക്കാം. അതുപോലെ ലോകത്തെ ഇന്ത്യക്കകത്തുള്ള എല്ലാവരെയും വിമർശിക്കാം. പക്ഷേ അതൊരു അധിക്ഷേപമാവരുത്, വ്യക്തിപരമായി ആക്ഷേപമാകരുത്. അപ്പോൾ നമുക്ക് മാഡം പറഞ്ഞ ചില വാക്കുകളൊന്ന് കേൾക്കണ്ടേ? മാഡത്തിന് അതൊരു ഉരുണ്ടുകളി ആയിപ്പോയത്. മാഡത്തിന് ശരിക്കും പറഞ്ഞ ഉത്തരം പോലും ഇല്ലാത്ത, കാരണം ശശികല ടീച്ചറെ അപ്പാടെ തള്ളിക്കൊണ്ടാണ് മാഡത്തിൻ്റെ ആ മറുപടി. അതിന് ആങ്കർ മാഡത്തിന് തന്ന മറുപടിയും വളരെ പ്രശസ്തമാണ്.
അതിനുശേഷം നമ്മുടെ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ. ആദ്യം നമ്മുടെ മാഡം പറയുന്നത് എന്താണെന്ന് കേൾക്കാം. മിനി, ഞാനൊന്ന് ഇടപെട്ട് മിനിയോട് ഒരു കാര്യം കൂടി ഒന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം വിടുക. ഇന്നലെ ശശികല പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണല്ലോ. ഈ റാപ്പ് സംഗീതം പാടാൻ ഇവരാരാണെന്ന് ചോദിക്കുകയാണ്. പട്ടികവർഗ വിഭാഗത്തിൻ്റെതാണോ റാപ്പ് മ്യൂസിക് എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ് മിനി? താങ്കൾ പറയുകയാണ് ഇവിടെ ഇതൊന്നുമില്ല എന്ന്. നിങ്ങളുടെയൊക്കെ നേതാവാണല്ലോ ഈ ചോദ്യം ഉന്നയിച്ചത്. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് മിനി? ഞാൻ മിനിയോടാണ് എന്റെ ചോദ്യം. ഉണ്ണിയാടി ചരിതം, കുറെ ചരിതങ്ങളും കുറെ ചരിത്രങ്ങളും ഇവിടെ മിനിയോടാണ്. മിനി, പട്ടികജാതി വിഭാഗത്തിന്, പട്ടികജാതി വർഗത്തിന് അങ്ങനെ ഒരു നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു എന്താ പറഞ്ഞ അങ്ങനെ ഒരു ഗോത്ര സംഗീതമോ ഒരു ഗോത്ര കലയോ അങ്ങനെയൊന്നും പിന്തുടരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മുടെ ബഹുമാന്യപ്പെട്ട നമ്മുടെ അംബേദ്കർജി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, നമ്മൾക്ക് ഏതാണോ ഏറ്റവും ആപ്റ്റായതോ, ഒരു കലാകാരന് ഏതാണോ ഏറ്റവും കൂടുതൽ ആപ്റ്റായത് ആ കലകൾ തിരഞ്ഞെടുത്ത് അയാൾക്ക് പോകാവുന്നതാണ്. അതിൽ അയാൾക്ക് ടോപ്പ് മോസ്റ്റ് ആയിട്ട് എത്താവുന്നതാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. എനിക്ക് അതിലോടൊന്നും കൂടുതൽ കമന്റ് ചെയ്യാൻ താല്പര്യമില്ല. കെ പി ശശികല പറഞ്ഞതോ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെയാണോ നടത്തുന്നത്? ഇത് പാടാൻ വേടൻ ആരാണ്? വേടൻ ഇതാണോ പാടേണ്ടത് എന്ന് ചോദിക്കുകയാണ്. പിന്നീട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെയൊന്നും ആയിരിക്കില്ല. ശരി, അങ്ങനെയൊന്നും ആ പ്രതികരണം നമ്മൾ ഇന്നലെയൊക്കെ മുഴുവൻ കേൾപ്പിച്ചതാണ്. നമ്മൾ ആരും ധരിച്ചതല്ല, അവർ പറഞ്ഞ വാചകം തന്നെയാണ് ഇതെല്ലാം. ഇനി കൃഷ്ണകുമാർ, നെഗറ്റീവായിട്ടുള്ള അല്ലല്ല അങ്ങനെയല്ല, നെഗറ്റീവായിട്ടുള്ള ഒരു തരത്തിലുള്ള സാംസ്കാരിക ചുതിയിൽ നിന്ന്, ഒരു സംഗീതത്തിന്റെ ഫ്ലോയിൽ നിന്ന് മാറി വേണമെങ്കിൽ അവർക്ക് ഗോത്ര സംഗീതം ആലപിക്കാമായിരുന്നു എന്നായിരിക്കും ചിലപ്പോ മേഡം കരുതിയത്. അങ്ങനെയൊന്നുമല്ല. വേണമെങ്കിലൊന്നുമല്ല റാപ്പ് സംഗീതം പാടേണ്ടത്. ഇതാണോ ഇതവരുടെ തനത് കലാരൂപം? തനതായ എത്ര കലാരൂപങ്ങൾ അവർക്കുണ്ട്. റാപ്പ് ആ ബൈറ്റ് നമുക്കുണ്ട്, ഒന്ന് പ്ലേ ചെയ്യാം. ഇനി കൃഷ്ണകുമാർ ശരിക്ക് കേട്ടോളൂ. തനത് കലാരൂപം, തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട്. പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം? ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ? സർക്കാർ ഫണ്ട് ചെലവഴിച്ച്, പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്. ബുദ്ധിമുട്ടുകൾ തൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ കഷ്ടപ്പാടുകൾ ഇത് പൊതുസമൂഹത്തിൽ അദ്ദേഹം പറയുകയാണ് ഉണ്ടായത്. അതങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഒരു സംഗീതമാക്കി മാറ്റി. ഒരു സാധാരണ ഇപ്പോൾ യേശുദാസോ എം ജി ശ്രീകുമാറോ അല്ലെങ്കിൽ ചിത്രയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ പാടുന്നത് പോലെയാണോ അദ്ദേഹം പാടുന്നത്? അങ്ങനെയല്ല. ഇത് കേട്ടാൽ എന്താണ് ഇത്? ഒരു സംഗീതം ഈ രീതിയിലാണോ? എന്നിട്ടും ആ വ്യക്തിയുടെ, ഈ വേടൻ എന്ന സാധാരണഗതിയിൽ പാടിപ്പോവേണ്ട ഒരു പയ്യനായിരുന്നു അദ്ദേഹം. ഒരു കഞ്ചാവ് കേസിൽ പിടിക്കുന്നു അദ്ദേഹം. കേരളത്തിൽ മൊത്തത്തിൽ സാധാരണഗതിയിൽ അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയില്ലായിരുന്നു. അപ്പം നമ്മുടെ കേരളത്തിലുള്ള സർവ്വ ആൾക്കാർക്കും അറിയില്ലായിരുന്നു. 3.5 കോടി ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് 3.5 കോടി ജനങ്ങൾക്കും വേടൻ ആരാണെന്ന് എന്താണെന്നും അറിയാം. തമിഴ്നാട്ടിൽ അറിയാം, കർണാടകത്തിൽ അറിയാം, ബോംബെയിൽ അറിയാം, എല്ലായിടത്തും അറിയാം. അതിന് ഒരേ ഒരു കാരണം ആ കേസാണ്. ഇപ്പോൾ അദ്ദേഹം ലോകം മുഴുവനും പ്രശസ്തനായത് ഈ NIക്ക് കൊടുത്ത കേസും ഈ ചാനൽ ചർച്ചയുമാണ്. കുറേ ദിവസങ്ങളായി വേടൻ്റെ പിറക്കെ തന്നെയാണ് സർവ്വവിധமான ആൾക്കാരും. 10,000-കണക്കിന് ആൾക്കാർ അദ്ദേഹം എവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയാലും അവിടെ കടന്നു ചെല്ലുന്നു. അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം അല്ല, ആ ഒരു സംഗീതം പുതുതലമുറയ്ക്ക് പുതുമയായി തോന്നി. മറ്റ് രാജ്യങ്ങളിൽ അവതരിപ്പിക്കുന്ന ഇതേപോലത്തെ റാപ്പ് നമ്മുടെ ഇന്ത്യക്കകത്ത് അങ്ങനെ ഒരു സംഗീത സംവിധാനം ഇല്ല. ഉണ്ടായിരിക്കാം, അത് വേറെ ഒരു രീതിയിലായിരിക്കും അവർ സ്റ്റേജിൽ പാടുന്നത്. അതിലെല്ലാം വ്യത്യസ്തമായി ഈ ഒരു സംഗീതം കൊണ്ടുവന്ന്, ഈ ഒരു രീതിയിൽ കൊണ്ടുവന്ന് ഒരു പുതുമയാർന്ന ഒരു പരിപാടി അവതരിപ്പിച്ചപ്പോൾ അതിനെ തകർക്കുവാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ ചുറ്റിപ്പോകുന്നത് ശരിയാണോ? അയാൾ ചെയ്തുകൊണ്ട് പോട്ടെ, അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവൻ ജീവിച്ചുകൊണ്ട് പോട്ടെ. നമുക്കെന്താ? കാണുന്നവർക്കെന്താ? കണ്ടു നിൽക്കുന്ന നിങ്ങളത് കണ്ട് ആസ്വദിക്കൂ.
അല്ലെങ്കിൽ നിങ്ങൾക്ക് വിമർശനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് വിവരം പറയൂ. അതിന് ഇത്തരത്തിൽ ഒരു NIക്കൊക്കെ സെൻട്രൽ ഏജൻസിക്കൊക്കെ ഒരു കേസ് കൊടുത്ത് അത് അവനെ എന്നേക്കുമായി നശിപ്പിക്കുക എന്ന് പറഞ്ഞ്, അതുപോലെയാണ് ഷവർമ്മയുടെ കേസ് പറഞ്ഞു വന്നത്. അതൊരു വലിയ കോമഡിയാണ്. ഷവർമ്മ അത് തിന്നുന്നവൻ മുഹമ്മദും പിന്നെ ഐഷയും വേറെന്തൊക്കെയോ പറയുന്നത് കേട്ടു. അവരൊന്നും ചാവുന്നില്ല. തിന്ന് ചാവുന്നത് മുഴുവനും പണ്ടാരം അടങ്ങാൻ ഇത് പോയി വാങ്ങി തിന്നുന്നത് മുഴുവനും ഹിന്ദുക്കളാണ്. അതെന്താ അവരെ വായിക്കകത്ത് വെച്ച് താഴോട്ട് പോകൂലേ? പരനാഴി പിടിച്ചൊക്കെയാണ് ചെയ്യുന്നത്. ആർക്കും തിന്നാം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ആഹാരമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബിരിയാണിയൊന്നും കഴിക്കരുത്. വെജിറ്റബിൾ ബിരിയാണി ആയാലും നിങ്ങൾ കഴിക്കരുത്. കാരണം അത് നമുക്ക് സ്വന്തമായിട്ടുള്ളതല്ല, മറ്റെവിടെ നിന്നോ വന്നതാണ്. നമ്മുടെ രാജ്യത്ത് കഴിക്കുന്ന 90% ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയതല്ല. പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിൽ വന്ന് നമ്മൾ അത് കഴിക്കുന്നു. അതിന് അങ്ങനെ കണ്ടാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമ്മുടെ മിനി മാഡം പറഞ്ഞ വലിയ മണ്ടത്തരം, അവർക്ക് മറുപടിയേ പറയാനില്ല. 2, ഇതിനെ വളരെ ശക്തമായ രീതിയിൽ നല്ലതുപോലെ കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ ശ്രീജിത്ത് പണിക്കറിന്റെ അഭിപ്രായം കേട്ട് വിമർശനമാണോ അധിക്ഷേപമാണോ? രണ്ടും രണ്ടായിട്ട് കാണണമെന്നാണോ? വിമർശിക്കുന്നതിൽ തെറ്റില്ല, അധിക്ഷേപിക്കരുത് എന്നുള്ളത്. നിശ്ചയമായും ഏതൊരു വ്യക്തിയും വിമർശനത്തിന് വിധേയനാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉൾപ്പെടെ നമ്മുടെ ഭരണഘടന പോലും വിമർശന വിധേയമാണ് എന്ന് തന്നെയാണ് നമ്മുടെ നാഷണൽ ഓണേഴ്സിനെ ഇൻസൾട്ട് ചെയ്യരുത് എന്ന് പറയുന്ന ആക്ടിൽ തന്നെ പറയുന്നത്. നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെല്ലാം തന്നെ അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുള്ള ഉദ്ദേശത്തിൽ നമുക്കതിനെ ക്രിയേറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതിനെ അവഹേളിക്കാൻ പാടില്ല. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ദേശീയ പതാകയെ വെട്ടിക്കീറുന്നതിനോ കത്തിക്കുന്നതിനോ ഒന്നും പാടില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള വിലക്കുമില്ല എന്നുള്ളത് ആ ആക്ടിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് എവിടെയാണ് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്ന സമയത്ത്, ഒരു പ്രവൃത്തിയല്ലല്ലോ, വാക്കുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ പറയുന്ന സമയത്ത് ഇതിന്റെ അതിർവരമ്പുകൾ എവിടെയാണ് എന്നുള്ളത് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതെയാകുന്നതാണ്. അഥവാ ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയെ അവഹേളിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കപട ദേശീയവാദി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ആൾക്കാർക്ക് എന്ത് പറയാം? ബേഡൻ അദ്ദേഹത്തിന്റെ ആവിഷ്കാരത്തിലൂടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത് എന്നും ബേഡൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അടക്കം വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും ആൾക്കാർക്ക് വേണമെങ്കിൽ വാദിക്കാം. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള അശോക് ഗെഹ്ലോട്ട് നരേന്ദ്രമോദിയെ ഇതേ വാക്ക് തന്നെ ഉപയോഗിച്ച് അദ്ദേഹം അടയാളപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. സ്യൂഡോ നാഷണലിസ്റ്റ്, അല്ലെങ്കിൽ അദ്ദേഹം പ്രചരിപ്പിക്കാൻ ഇവിടെ ശ്രമിക്കുന്നത് സ്യൂഡോ നാഷണലിസമാണ് എന്നാണ് പറഞ്ഞത്. അതിന്റെ മലയാളം എന്താണ്? കപട ദേശീയത എന്നതാണ്. അപ്പൊ ആ സമയത്ത് ആരെങ്കിലും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അന്നൊരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്ക് മാത്രമാണ് അത് കണ്ടത്. മാധ്യമങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ അതൊരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്ക് കണ്ടു. BJP പോലും അതിനെ ഒന്ന് വലിയ കാര്യമായിട്ട് കരുതിയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വേടൻ അത് പറയുന്ന സമയത്ത് രാഷ്ട്രീയ ആരോപണമായിട്ട് കാണേണ്ടവർക്ക് അങ്ങനെ കാണാം. പക്ഷെ അതല്ല എങ്കിൽ ഒരു ഹൈ ഓഫീസിനെ അപമാനിക്കുകയാണ് എന്ന രീതിയിലേക്ക് തോന്നാം. ഇപ്പൊ നേരത്തെ എനിക്ക് തോന്നുന്നു BJP ആ രീതിയിൽ തന്നെ അതൊരു രാഷ്ട്രീയ ആരോപണം എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം BJP ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. വേടനെ ഈ രീതിയിൽ വിമർശിക്കുവാൻ BJP ഉദ്ദേശിക്കുന്നുമില്ല. ഇതിപ്പോൾ മിനി കൃഷ്ണകുമാറിന്റെ വ്യക്തിപരമായ ഒരു തീരുമാനമെന്നേ പറയാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ഒരു കാരണം അവർക്കതിൽ വിമർശനമുണ്ടെങ്കിൽ അവർക്കതിൽ വേടൻ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ഹൈ ഓഫീസിനെ നിന്ദിക്കുകയാണ് എന്നൊരു അഭിപ്രായം BJPക്ക് ഉണ്ടെങ്കിൽ ആ അഭിപ്രായം അവർ മറച്ചു വെക്കേണ്ടുന്ന കാര്യമില്ല. അതിനെക്കുറിച്ച് അവർ സംസാരിക്കാതിരിക്കേണ്ടുന്ന കാര്യമില്ല. പക്ഷെ അങ്ങനെ അവർ സംസാരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ വേടനോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ആവിഷ്കാരമാണ്, അദ്ദേഹത്തിന്റെ കലയാണ്. അതിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടാകും. ഇതെല്ലാം സ്വാതന്ത്ര്യമാണ്. പക്ഷെ നമ്മൾ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പ്രശസ്തമായ ഒരു വാക്ക്, വിമർശനത്തിന് നമ്മുടെ പ്രസിഡന്റ് മുതൽ പ്രധാനമന്ത്രി വരെ വിമർശിക്കാനുള്ള അധികാരം ഓരോ ഇന്ത്യൻ പൗരനും ഉണ്ട്. പക്ഷേ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പാടില്ല, അധിക്ഷേപിക്കാൻ പാടില്ല. ഇവിടെ ആർക്കാണ് പ്രശ്നം? നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമം നിലനിൽക്കവേ ഇവിടെ അദ്ദേഹം പറഞ്ഞത് അത് 5 വർഷത്തിന് മുമ്പ് പറഞ്ഞു പോയ ഒരു കാര്യം, ആ കാര്യത്തെ ഇപ്പോൾ എടുത്തു കൊണ്ടുവന്ന് ഇതിനെ മറ്റൊരു തലങ്ങളിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന് വലിയ പേരും പ്രശസ്തിയും നേടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ പാടിപ്പോകേണ്ട ഒരു പാർട്ടി ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു റാപ്പ് സംഗീതകനായി മാറിക്കഴിഞ്ഞു. എവിടെ തിരിഞ്ഞാലും വേടൻ തന്നെയാണ്, എവിടെ തിരിഞ്ഞാലും വേടൻ. അപ്പോൾ നമുക്ക് ശ്രീജിത്ത് പണിക്കർ പറയുന്ന ബാക്കിയുള്ള ഭാഗങ്ങൾ കേൾക്കണ്ടേ? തീർച്ചയായും അദ്ദേഹം വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് വേടനെ
എനിക്ക് തോന്നുന്നു വേടനെ അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സംഗീതം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിലായിരിക്കും, പക്ഷേ വേടന് ശ്രീജിത്ത് പണിക്കർക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സംഗീതം അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ന്യായമായ കാര്യമാണ് പറയണത്. ഇഷ്ടം അവിടെ നിൽക്കട്ടെ, പക്ഷെ ന്യായമായ ഇന്ത്യക്കകത്ത് നിലവിൽ നിലനിൽക്കുന്ന നിയമ സംവിധാനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ബാക്കിയുള്ളതും കൂടെ കേൾക്കാം. പലപ്പോഴും ഈ ജാതി പരാമർശം ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടായൊരു ചർച്ചയുണ്ട്. സോഷ്യൽ ഡിവൈഡ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കലയിലൂടെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു കാര്യം. കാരണം നമ്മൾ പലപ്പോഴും ദളിത് വിഭാഗം അല്ലെങ്കിൽ നിയമപരമായി പ്രൊട്ടക്ഷനുള്ള വിഭാഗത്തിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അത് പറയും. പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഒരു കലാവിഷ്കാരത്തിൽ മറ്റുള്ള വിഭാഗങ്ങളിൽ, അതായത് ദളിത് ഇതര വിഭാഗങ്ങളിലുള്ള ആൾക്കാരെ അവഹേളിക്കുന്നതോ അവരെ കളിയാക്കുന്നതോ അവരെ നിന്ദിക്കുന്നതോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ സെയിം ലൈറ്റിലോ സെയിം വെയിനിലോ നമ്മൾ കാണാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറില്ല. അപ്പോൾ ഇത് ഏകപക്ഷീയമാണോ? ഈ പൊളിറ്റിക്കൽ ഹേട്രഡ് എന്ന് പറയുന്നത് കലയുടെ ഒരു ഭാഗമാകേണ്ടതുണ്ടോ? അങ്ങനെ പൊളിറ്റിക്കൽ ഹേട്രഡ് സ്പ്രെഡ് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടാകേണ്ടതല്ലേ തുടങ്ങിയ ചോദ്യങ്ങളും ഇവിടെ പ്രസക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ NR മധു, അദ്ദേഹം കേസരിയുടെ ആളാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിവാദമായിട്ടുള്ള കേസിനാസ്പദമായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു. വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമാണ് വേടൻ്റേത് എന്നോ മറ്റുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? വേണമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് കാണാം, അതിലൊരു അധിക്ഷേപമുണ്ട് എന്ന രീതിയിൽ കാണാം, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാത്ത ഒരു ആരോപണമുണ്ട് എന്ന് വേണമെങ്കിൽ കാണാം. അതായത് വളർന്നു വരുന്ന തലമുറയിലേക്ക് എങ്ങനെയാണ് വേടൻ വിഷം കുത്തിവെക്കുന്നത് എന്ന് വേണമെങ്കിൽ NR മധുവിനോട് ചോദിക്കാം. അത് കേസ് കൊടുക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വേടനോടും വേണമെങ്കിൽ ആൾക്കാർക്ക് ചോദിക്കാം, മോദി ഒരു കപട ദേശീയവാദിയാണ് എന്ന് നിങ്ങൾ കരുതുന്നതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കാം. കാരണം ഇതൊക്കെ ഒരാളിൻ്റെ പെർസെപ്ഷന്റെ ഭാഗമാണ്. അതല്ലാതെ ഇതൊന്ന് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് എടുത്ത് കാണിച്ചതിന് ശേഷം പറയാനായിട്ട് കഴിയുന്ന കാര്യമല്ല. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ച RSS പ്രവർത്തകൻ റിമാൻഡിൽ. ഷൊർണൂർ മുണ്ടായ സ്വദേശി ഉണ്ണികൃഷ്ണനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മെയ് 16-നാണ് ഇന്ദിരാഗാന്ധിയുടെ ചിത്രം വികലമാക്കിക്കൊണ്ടുള്ള സന്ദേശം പങ്കുവച്ചത്. വിവരങ്ങളുമായി അജിത് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. അജിത്, എപ്പോഴാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്? എപ്പോഴാണ് കോടതി നടപടി? ഇതിൽ ഉണ്ണികൃഷ്ണൻ SRR ഉണ്ണി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ഇത്തരത്തില് ഈ മുൻ പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ടുള്ള അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇട്ടത്. ഇതിന് പിന്നാലെ പോലീസ് നടപടിക്കൊരുങ്ങിയിരുന്നു. സൈബർ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സൈബർ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിനുശേഷം ഷൊർണൂർ പോലീസിന് കൈമാറുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വലിയ ഗുരുതരമായ തരത്തിലുള്ള സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് ഉണ്ടായതെന്നുള്ളതാണ്. കേസെടുക്കാം എന്ന് വാദിക്കുന്ന ആൾക്കാർ ഒരിക്കലും വേടൻ്റേത് പൂർണ്ണമായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നും അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്നും അതിൽ കേസെടുക്കാൻ പാടില്ല എന്നും വാദിക്കാൻ പാടില്ല. അതിൽ കേസെടുക്കാമെങ്കിൽ ഇതിലും കേസെടുക്കാം. അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണെങ്കിൽ മറ്റേതും അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന നിലയ്ക്ക് ഒരുപക്ഷെ കാണാനുള്ള ഒരു മെച്യൂരിറ്റി ആൾക്കാർക്ക് ഉണ്ടാകണം. അത് ഉണ്ടാകാതെ വരുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന സോഷ്യൽ ഡിവൈഡ് എന്ന് പറയുന്നതോ ഒരു പൊളിറ്റിക്കൽ ഹേട്രഡ് എന്ന് പറയുന്നത്. വേടന്റെ കാര്യത്തിൽ ഇത് പുതിയൊരു എപ്പിസോഡാണ്. ഈ പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തി സ്റ്റേജിൽ. അത് 5 വർഷം മുൻപ് നടന്ന സംഭവമാണ്. അതിപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുകയുമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറേ നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ അടുത്ത തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുമല്ലോ. താങ്കൾ പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ വേടനെ അനുകൂലിക്കുകയാണ്. പക്ഷേ ഇത് തുടക്കമിട്ടത് വേടൻ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ സമയം മുതലാണ്. അതിനുശേഷം പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി വേടന്റെ തിരിച്ചുവരവും കണ്ടു. ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ അഭിപ്രായം, അതായത് ഈ NIAക്ക് കേസ് കൊടുക്കാനുള്ള അഭിപ്രായം, അത് മിനി കൃഷ്ണദാസ് എന്ന മേഡത്തിൻ്റെ സ്വന്തമായ ആ വ്യക്തി എന്ന അവരുടെ മാത്രം ഒരു അഭിപ്രായമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. അതുപോലെ ആ പാർട്ടിയോ പാർട്ടിയുടെ ആൾക്കാരോ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വന്നാൽ ഈ മേഡം ഒറ്റ തിരിഞ്ഞ് ഈ വേടനെ ആക്രമിക്കുകയായിരുന്നോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് മേഡത്തിനുള്ള വഴി എന്താ? അതേപോലെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ വേടൻ പറയുന്നത് പോലെ അദ്ദേഹം ഒരു കപട രാഷ്ട്രീയവാദിയാണോ എന്ന് വേടൻ എങ്ങനെയാണ് അനുഭവം ഉണ്ടായത്? വേടനെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചെയ്തോ? അപ്പോൾ അങ്ങനെയും വേടനോടും ചോദ്യം ചോദിക്കാമല്ലോ. വേടൻ ഇത് പറയുമ്പോൾ വേടനോടും ചോദിക്കാം, വേടൻ അവരിൽ നിന്നും എന്താണ് വേടൻ നേരിട്ട പ്രശ്നം? ആ പ്രശ്നം പരിഹരിക്കാതെ പോയോ? അതുകൊണ്ടാണോ അതിനെതിരെ തിരിഞ്ഞതും പാട്ടുകൾ എഴുതുന്നതും
ഈ പിന്നെ വേദികളിൽ അവതരിപ്പിക്കുന്നതും. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.